നമസ്കാരം, ദ റിയൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ക്രിസ്തുമസ് കഥകളിൽ നിന്നും ചിത്രങ്ങളിൽ നിന്നും കാർഡുകളിൽ നിന്നുമെല്ലാം നമ്മുടെ എല്ലാം മനസ്സിലെത്തിയതാണ് ക്രിസ്മസ് പപ്പായുടെ ആ വേഷവും രൂപവും. എന്നാൽ ഇതിലെല്ലാം കൊക്കക്കോളയ്ക്ക് വല്ല പങ്കുമുണ്ടോ? ഉണ്ടെന്നും ഇല്ലെന്നും രണ്ടു പക്ഷമുണ്ട്. നമുക്കൊന്ന് പരിശോധിക്കാം. ഇതാരാണ് ഈ ചുവന്ന വേഷക്കാരൻ തടിയൻ? 4-ാം നൂറ്റാണ്ടിൽ ടർക്കിയിൽ ജീവിച്ചിരുന്ന വിശുദ്ധ നിക്കോളാസിന്റെ കഥ നമ്മൾക്കെല്ലാവർക്കും സുപരിചിതമാണ്. ദരിദ്രർക്കും കുട്ടികൾക്കും പ്രിയങ്കരനായ നിക്കോളാസിന്റെ ഓർമ്മ ദിവസമായി ആചരിച്ചു വന്നത് ഡിസംബർ 6-ആണ്. വിശുദ്ധ നിക്കോളാസിന്റെ ജീവിതകാലത്തു തന്നെയാണ് പോപ്പ് ജൂലിയസ് ഒന്നാമൻ ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുവാൻ ഒരു ദിവസം തീരുമാനിച്ചത്. ക്രിസ്തു ജനിച്ച ശരിയായ തീയതിയൊന്നും നിശ്ചയമില്ലാതിരുന്നതുകൊണ്ട് പോപ്പ് എന്നാൽ പിന്നെ ഡിസംബർ 25 ആയിക്കോട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതേസമയത്ത് തന്നെ നടന്നിരുന്ന വിജാതീയ ശൈത്യകാല ഉത്സവത്തെ ക്രൈസ്തവവൽക്കരിക്കുന്നതിൽ പോപ്പ് വിജയിച്ചു എന്നും ആളുകൾ പറയുന്നു. സംഭവത്തിന് കൊഴുപ്പ് കൂടി വന്നപ്പോൾ പതിയെ വിശുദ്ധ നിക്കോളാസിന്റെ ഓർമ്മ ദിവസവും ഡിസംബർ 25 തന്നെയായി മാറി. നമ്മുടെ ഓണക്കാല മാവേലിയുടെ ഒരു ഫോറിൻ വകഭേദമാണ് ക്രിസ്മസ് കാലമായാൽ ഈ സാന്റാക്ലോസ്. ഓരോ കൊച്ചു കടകളുടെയും വമ്പൻ മാളുകളുടെയും മുന്നിൽ കുടവയറുമായി ഒരു ചുവന്ന ഉടുപ്പുകാരൻ വെള്ളത്താടിയുമായി ഇരിക്കുന്നുണ്ടാവാം. എന്നാൽ സാന്റാക്ലോസ് എന്നും ഈ ചുവന്ന ഉടുപ്പും വെള്ളത്താടിയുമുള്ള കുടവയറിനായിരുന്നു. വിശുദ്ധ നിക്കോളാസിന്റെ ആദ്യകാല ചിത്രം കാണുക. 1822 ക്ലെമൻ മൂർ എഴുതിയ പ്രശസ്തമായ കവിതയിൽ സാന്താക്ലോസ് എന്ന കഥാപാത്രത്തെ അമേരിക്കൻ മനുഷ്യരുടെ ക്രിസ്മസിന്റെ അവിഭാജ്യ ഘടകമാക്കി മാറ്റി. എ വിസിറ്റ് ഫ്രം സെന്റ് നിക്കോളാസ് എന്നതായിരുന്നു ആ കവിത. ഈ കവിതയിലൂടെയാണ് റെയിൻഡിയർ വലിക്കുന്ന മഞ്ഞുവണ്ടിയിൽ സാന്റ വരുന്ന വിവരവും ചിമ്മിനിയിലൂടെ ഉള്ളിൽ കടന്ന് അടുപ്പിന്റെ അരികിൽ ഉണക്കാനിട്ടിരിക്കുന്ന കുട്ടികളുടെ സോക്സിനുള്ളിൽ സമ്മാനങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുന്ന വിവരവും ഒക്കെ കുട്ടികളുടെ വിശ്വാസങ്ങളിൽ ചേക്കേറുന്നത്. വിശുദ്ധ നിക്കോളാസിന്റെ കാലത്തെ ബിഷപ്പ് ഉടുപ്പുകൾക്ക് ചുവന്ന നിറമായിരുന്നുവെന്നും അതാണ് സാന്റയുടെ ഉടുപ്പായി മാറിയതെന്നും ഒക്കെ കരുതപ്പെടുന്നുണ്ട്. എന്തായാലും ആദ്യകാലങ്ങളിൽ സാന്റ ചിത്രങ്ങളിൽ പച്ച, പർപ്പിൾ, നീല ഉടുപ്പുകളും കണ്ടവരുണ്ട്, കൂടെ ഈ ചുവപ്പും. സാന്റാക്ലോസിന്റെ ആദ്യകാല ചിത്രങ്ങളിലെ ഏറ്റവും പ്രധാനം ഒരുപക്ഷെ രാഷ്ട്രീയ കാർട്ടൂണുകളുടെ പെരുന്തച്ഛനായ തോമസ് നാസ്റ്റ് 19-ാം നൂറ്റാണ്ടിൽ വരച്ച ചിത്രങ്ങളാവും. നോർത്ത് പോളിൽ നിന്നും വർഷാവർഷം കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊണ്ടുവരുന്ന തടിയനായ ഒരു വയസ്സൻ താടിക്കാരൻ സാന്റ എന്ന സങ്കല്പം ശക്തിപ്പെടുത്തിയത് നാസ്റ്റിന്റെ രചനകളിലൂടെയാണ്. വികൃതി കുട്ടികളുടെ കണക്ക് വയ്ക്കുന്ന ആളാണ് സാന്റ എന്നും നല്ല കുട്ടികൾക്ക് മാത്രമേ ക്രിസ്തുമസിന് സമ്മാനങ്ങൾ കൊടുക്കൂ എന്നും സാന്റയ്ക്ക് നോർത്ത് പോളിൽ പാവകൾ നിർമ്മിക്കുന്ന ഫാക്ടറി ഉണ്ടെന്നുമൊക്കെ പ്രചരിപ്പിച്ചത് നാസ്റ്റിന്റെ രചനകളിലൂടെയാണ്. നാസ്റ്റ് വരച്ച സാന്റാക്ലോസിന്റെ രൂപം ഏതാണ്ട് ഇതുപോലെയിരിക്കും. 20-ാം നൂറ്റാണ്ടിൽ എപ്പോഴോ ആണ് സാന്റയുടെ പല വർണ്ണത്തിലുള്ള ഉടുപ്പുകൾ അപ്രത്യക്ഷമായതെന്നും ലോകത്തിൽ എവിടെയും സാന്റ ചുവന്ന കുപ്പായത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. സാന്റയുടെ മോഡേൺ രൂപത്തിന് ഇപ്പോൾ ഈ ചുവന്ന വെൽവെറ്റ് ഉടുപ്പും വെളുത്ത രോമം കൊണ്ടുള്ള അരികുകളും ഇല്ലാതെ പറ്റില്ല എന്നായിട്ടുണ്ട്. ഈ സന്തുഷ്ടനായ കുടവേറിന്റെ രൂപം മനുഷ്യരുടെ മനസ്സിൽ ഇങ്ങനെ ആഴത്തിൽ പതിയാൻ പ്രധാന പങ്കുവഹിച്ചത് കൊക്കക്കോളയാണ്. കൊക്കക്കോളയുടെ നിറം ചുവപ്പും വെള്ളയുമായത് യാദൃശ്ചികമായിരിക്കാം. എന്നാൽ സാന്റയുടെ ചുവന്ന ഉടുപ്പും വെള്ളത്തൊങ്ങലും വെളുത്ത നിറവും തടിച്ച രൂപവും ഇങ്ങനെ പൊതുബോധത്തിൽ നിലനിർത്തുന്നതിൽ കൊക്കക്കോളയ്ക്കുള്ള പങ്ക് ചെറുതല്ല. 1920-കളിലാണ് അവർ വിശുദ്ധ നിക്കോളാസ് കോള കുടിക്കുന്ന പരസ്യങ്ങൾ പ്രചരിപ്പിച്ചു തുടങ്ങിയത്. ആദ്യ കൊക്കക്കോള സാന്റമാരും നാസ്റ്റ് വരച്ച വിശുദ്ധ നിക്കോളാസിനെ പോലെ സ്വല്പം ഗൗരവമുള്ളതായിരുന്നു. എന്നാൽ 1930-ൽ ഫ്രെഡ് മിസൻ എന്ന കലാകാരനാണ് കൊക്കക്കോളയ്ക്ക് വേണ്ടി ഇന്നു കാണുന്ന തരം തമാശക്കാരനായ തടിയൻ അപ്പൂപ്പനായി സാന്റയെ മാറ്റിയെടുക്കുന്നത്. അക്കാലത്ത് പ്രശസ്തമായ എല്ലാ ലൈഫ് സ്റ്റൈൽ മാഗസിനുകളിലും കോള കുടിക്കുന്ന സാന്റയുടെ പലതരത്തിലുള്ള ചിത്രങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു. അതുവരെ സാന്റ ഉടുപ്പുകളുടെ പല നിറവേദങ്ങളിൽ ഒന്ന് മാത്രമായിരുന്ന ചുവപ്പും വെള്ളയും അതോടുകൂടി സാന്റയുടെ സ്ഥിരവേഷമായി മാറി. പിന്നീടുണ്ടായ സകല സാന്റ ചിത്രങ്ങളിലും കുടവയറും തടിയും ചുവന്ന കുപ്പായവും അവിഭാജ്യ ഘടകമായി മാറി. 30 വർഷത്തിലേറെയായി നീണ്ടു നിൽക്കുന്ന വിജയകരമായ ക്രിസ്മസ് കാല കൊക്കക്കോള പരസ്യമായിരുന്നു സാന്റയുടേത്. ഒരുപക്ഷെ കൊക്കക്കോളയുടെ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ പരസ്യവും ഇതുതന്നെയായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.